കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾക്ക് നാണവും മാനവുമുണ്ടോ? 11 ദിവസം മുൻപ് താങ്കളെ കണ്ട് അതിജീവിത നേരിട്ട് പരാതി നൽകിയിട്ടും ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ നിഷ്ക്രിയമാക്കി നിർത്തി. എങ്ങനെയാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത്? താങ്കളല്ലേ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്? താങ്കളല്ലേ കേരളത്തിലെ പെൺകുട്ടികൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടത്? അതിജീവിതയുടെ കൂടെ നിൽക്കുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട്, ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പീഡകന്മാർക്ക് കഷായം വെച്ചു കൊടുക്കുന്ന പണിയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള താങ്കൾ കേരളത്തിൽ നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, അതിജീവിത അദ്ദേഹത്തോട് വെളിപ്പെടുത്തിയെന്ന്, ഭ്രൂണഹത്യ നടത്തിയില്ലെങ്കിൽ അതിജീവിതയെ കൊന്നുകളയുമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾക്ക് നാണവും മാനവുമുണ്ടോ? 11 ദിവസം മുൻപ് താങ്കളെ കണ്ട് അതിജീവിത നേരിട്ട് പരാതി നൽകിയിട്ടും ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ നിഷ്ക്രിയമാക്കി നിർത്തി. എങ്ങനെയാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത്? താങ്കളല്ലേ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്? താങ്കളല്ലേ കേരളത്തിലെ പെൺകുട്ടികൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടത്? അതിജീവിതയുടെ കൂടെ നിൽക്കുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട്, ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പീഡകന്മാർക്ക് കഷായം വെച്ചു കൊടുക്കുന്ന പണിയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള താങ്കൾ കേരളത്തിൽ നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മറ്റൊരു മുഖ്യമന്ത്രിയുടെ മുഖം ഇന്ന് ഓർമ്മ വരികയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു മിസ്റ്റർ അച്യുതാനന്ദൻ. സ്വന്തം പാർട്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന് ബോധ്യമുണ്ടായിട്ടും ഒരു സ്ത്രീ ഭർത്താവിനെ നഷ്ടപ്പെട്ട് നെഞ്ചുപൊട്ടി കരയുന്നത് കേരളത്തിൽ കണ്ടപ്പോൾ ആ മുഖ്യമന്ത്രി നേരെ അവളുടെ അരികിലേക്ക് ചെല്ലുന്നതും ആ സ്ത്രീക്ക് ആശ്വാസം പകരുന്നതും കണ്ട കേരളത്തിലാണ് അഭിനയത്തിൻ്റെ സമ്രാട്ടായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി താങ്കൾ ഇങ്ങനെ വികലമായ രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇവിടുത്തെ സാധാരണപ്പെട്ട സ്ത്രീകൾ എങ്ങനെയാണ് കേരളത്തിൽ ജീവിക്കുക?